ആദിഷ് മെർജാനെ ഒന്നനങ്ങാൻ പോലും സമ്മതിക്കാതെ ഒരുപാടങ്ങ് കൺട്രോൾ ചെയ്യുമ്പോ അതിൽ ഡിസ്റ്റർബ്ഡ് ആയ മെർജാനും ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് ആദിഷിനോട് പറഞ്ഞിട്ട് അവൻ കേൾക്കാതെ പതിയെ പറയും, എന്തൊരു ബോറനാണിവൻ. അപ്പോ ആദേശും പറയും, നീ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന്. നീ കേട്ടെങ്കിൽ നന്നായുള്ളൂ എന്ന് പറഞ്ഞിട്ട് മെർജാനും കണ്ണടച്ച് അവിടെ കിടക്കുകയാണ്. അങ്ങനെ മെർജാനും ഉറങ്ങിക്കഴിയുമ്പോ അവളുടെ മുഖത്തേക്ക് നോക്കി ആദേശിന് ഓർമ്മ വരുന്നത്, നിനക്ക് നസീറിനോട് ജലസല്ലേ എന്ന് ജമാല് ചോദിച്ച കാര്യങ്ങളായിരുന്നു. അതോർത്തുകൊണ്ടിരുന്നപ്പോ ആദേശിനും പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും വണ്ടി പാളിപ്പോകും. പേടിച്ചുണർന്ന മെർജാനും എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോ ആദേശും അവളോട് പറയും, പേടിക്കണ്ട, നീ ഉറങ്ങിക്കോ എന്ന്. ഈ സമയം ഓഫീസില് അസ്ലി തനിയെ കണ്ട നസീറും അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഇത്രയും നാളായിട്ടും നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ, സത്യത്തില് നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കേണ്ടവരാണ്. അത് കേട്ട അസ്ലിയും, ഞാനെന്തിനാ നിന്റെ ഫ്രണ്ട് ആകുന്നത് എന്ന് ചോദിക്കുമ്പോ നസീറും അവളോട് പറയും, നമ്മുടെ രണ്ടുപേരുടെയും ആവശ്യങ്ങൾ ഒന്നാണ്, നിനക്ക് ആദേശും എനിക്ക് മെർജാനും. അന്ന് ആ ലോഞ്ചിങ് പാർട്ടിക്കിടെ ആദേശിന്റെ മെർജന്റും ഡാൻസ് കണ്ടിട്ട് നീ അവരെ നോക്കുന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ നിന്റെ ഫീലിങ്സ് ഒന്നാണെന്ന്. ഈ ഒരു ടൈമിലാണ് അസ്ലിയുടെ അടുത്ത് നസീർ നിൽക്കുന്നത് കണ്ടിട്ട് ജമാൽ വേഗം തന്നെ അവിടേക്ക് വരുന്നത്. ഇവൻ നിന്നെ ശല്യപ്പെടുത്തിയെന്ന് അസ്ലിയോട് ചോദിച്ചിട്ട് അവൻ നസീറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അസ്ലിയും ജമാലിനോട് പറയും, ഇല്ല, അവനെന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത്. ഇത് കേൾക്കുമ്പോ നസീറും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. ഇപ്പൊ മെർജാനും 2-3 സ്ഥലങ്ങളൊക്കെ കണ്ട ശേഷം, നീ ഇങ്ങനെ വാശി പിടിച്ചിരുന്ന നമ്മുടെ പ്രൊജക്ട് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആദേശിനോട് വഴക്കിടുമ്പോഴാണ് നസീർ ഏൽപ്പിച്ചിട്ട് ആദേശിനെ കൊല്ലാൻ വേണ്ടി ഒരാൾ അവരുടെ പിന്നാലെ വരുന്നത്. അപ്പോ ആദേശും, നീ മിണ്ടാതിരിക്കെ, ഇനി ഒരു സ്ഥലം കൂടെ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ അയാളും അവരുടെ പിന്നാലെ തന്നെ പോകും. അങ്ങനെ സ്ഥലമെല്ലാം കണ്ട ശേഷം ആദിഷും മെർജാനെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് വരും. ആ ഒരു സമയത്ത് മെർജാനും നന്നായിട്ട് വിശന്നിരുന്നത് കൊണ്ട് അവിടുത്തെ മെനു കാർഡിലുണ്ടായിരുന്ന മീറ്റ് ബോൾ കഴിക്കണോ അതോ പാസ്ത കഴിക്കണോ എന്ന കൺഫ്യൂഷനിൽ പറയും, ഒന്ന് ഓർഡർ ചെയ്താ മറ്റേതിന്റെ കാര്യം എന്റെ മനസ്സിൽ തന്നെ നിൽക്കുമല്ലോ എന്ന്. ഇതെല്ലാം കേട്ട് അവിടെ ഇരുന്ന ആദേശും മെർജാൻ എന്താണ് വേണ്ടത് എന്ന് പറയുന്നതിന് മുൻപേ തന്നെ അത് രണ്ടും കൊണ്ടുവരാൻ വേറൊന്നോട് പറയും. ഈ ഒരു ടൈമില് ആദേശിനെ കൊല്ലാൻ വേണ്ടി വന്നയാളും അവരറിയാതെ ആദേശിനെ വാച്ച് ചെയ്തുകൊണ്ട് അവിടെ വന്നിരിക്കും. അങ്ങനെ ഫുഡ് വന്നു കഴിയുമ്പോ മെർജാനും നല്ല സ്പീഡില് അത് കഴിക്കുന്നത് കണ്ടിട്ട് ആദേശം ചിരിച്ചുകൊണ്ട് അവളോട് പറയും, നീ ഒന്ന് പതിയെ കഴിക്ക്, അല്ലെങ്കിൽ നിനക്ക് ശ്വാസം കിട്ടില്ല. അത് കേട്ട് മെർജാനും അവിടെ ഇരുന്ന് പാലെടുത്ത് കുടിക്കുമ്പോ അതിൽ കുറച്ച് അവളുടെ ചുണ്ടിലൊക്കെ ആകും. അത് കണ്ടിട്ട് ആദേശം വേഗം തന്നെ അവളുടെ ചുണ്ടിൽ നിന്നും അത് തുടച്ചു കൊടുക്കുമ്പോ മെർജാനും അവനോട് ചോദിക്കും, നീ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോ ആദേശം പറയും, നിന്റെ മുഖത്ത് കുറച്ച് ഫുഡ് ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാനത് തുടച്ചു കളഞ്ഞതാണ്, എങ്കിൽ നമുക്ക് പോകാം എന്നുകൂടി പറയുമ്പോ മെർജാനും അവനോട് ചോദിക്കും, നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന്. അപ്പൊ ആദേശം പറയും, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ അവരും അവിടെ നിന്ന് ഇറങ്ങുമ്പോ അയാള് വീണ്ടും ഇവരെ ഫോളോ ചെയ്യുന്നത് കണ്ടിട്ട് മെർജാനും ചില ഡൗട്ടൊക്കെ തോന്നും. ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി അവരുടെ കാർ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. ആദേശം അതിന്റെ കംപ്ലീറ്റ് മാറ്റാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവനെ കൊണ്ട് സാധിക്കാതെ വരുമ്പോ അവനും മെർജാനോട് പറയും, ഇവിടെ ഫോണിന് സിഗ്നൽ കിട്ടുന്നില്ല, ഇപ്പൊ രാത്രിയാകാറായി, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് നടക്കുകയാണ്. കുറെ നടന്നു കഴിയുമ്പോ മെർജാനും ആദേശിനോട് പറയും, ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ലല്ലോ എന്ന്. അങ്ങനെ സംസാരിച്ച് നടക്കുന്നതിനിടയിൽ മെർജാൻ പെട്ടെന്ന് വീഴാൻ പോകുമ്പോ ആദേശം അവളെ പിടിച്ചിട്ട് പറയും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ കയ്യിൽ പിടിച്ചു നടക്കാൻ. മെർജാനും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ആദേശം പറഞ്ഞതനുസരിച്ചിട്ട് അവനെയും പിടിച്ചു നടക്കുകയാണ്. ഇപ്പോ കൂടുതൽ ഇരുട്ടായി തുടങ്ങും. അതോടെ അവിടെ നിന്നും പലതരം സൗണ്ടൊക്കെ കേട്ടിട്ട് മെർജാനും പേടിച്ച് ആദേശിന്റെ കയ്യില് കൂടുതൽ ടൈറ്റായിട്ട് പിടിച്ചിട്ട് അവനോട് ചേർന്ന് നടക്കുകയാണ്. ഈ ഒരു സമയം അയാളും അവരെ കൊല്ലാൻ വേണ്ടി അവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു സമയം മെർജാനും നന്നായിട്ട് തണുക്കുന്നത് കണ്ടിട്ട് ആദേശ് അവന്റെ ജാക്കറ്റ് ഊരി അത് മെർജാൻ ഇട്ട് കൊടുക്കും. അപ്പോഴാണ് അവിടേക്ക് പ്രായമായ ഒരാൾ വരുന്നത്. അയാളെ കണ്ടിട്ട് ആദേശം ഇവിടെ താമസിക്കാൻ വല്ല സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോ അയാളും പറയും, ഇവിടെ വേറെ വീടുകളൊന്നുമില്ല, നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിക്കാം, അവിടെ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. പക്ഷെ ആദേശിന് അവര് ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വേണ്ട എന്ന് പറയുമ്പോ അയാൾ ഒരുപാട് തവണ ആദേശിനെ നിർബന്ധിക്കും. അവസാനം ആദേശം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടുവന്ന വിറകെല്ലാം ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അയാളെ സഹായിക്കുമ്പോ മോന്റെ ഡ്രസ്സിലൊക്കെ അഴുക്കാകും, അത് താഴേക്കിട്ടേക്കെന്ന് പറഞ്ഞ് അയാളും അവനെ എതിർക്കുമ്പോ ആദേശം അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അതെടുക്കുന്നത് കാണുമ്പോ മെർജാനും ഒരുപാട് സന്തോഷം തോന്നും. അങ്ങനെ അവരും അയാളുടെ വീട്ടിലേക്ക് എത്തുമ്പോ ആദേശിനെയും മെർജാനെയും അയാളുടെ ഭാര്യയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ വെച്ചിട്ട് ആദേശിന്റെ ഫോണിന് സിഗ്നൽ കിട്ടും. അപ്പൊ ആദേശം ജമാലിനെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയിക്കും. ഈ ഒരു സമയം അസ്ലിയും
ആദേശിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് വളരെ ടെൻഷനായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ജമാലും അവളോട് പറയും ആദേശ് എന്നെ വിളിച്ചിരുന്നു എന്ന്. അവൻ ഇന്ന് രാത്രി ഇവിടേക്ക് വരില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോ അസ്ലി വീണ്ടും ചോദിക്കും എന്തുകൊണ്ടാണ് വരാത്തത്, എന്തോ ജോലി സംബന്ധമായ കാര്യമാണെന്ന് പറയുമ്പോ അസ്ലി വീണ്ടും നല്ല ദേഷ്യത്തോട് ചോദിക്കും അവളുണ്ടോ ആദേശിന്റെ കൂടെ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജമാലും അവിടെ നിന്ന് പോകുമ്പോ അസ്ലിയുടെ മുഖം മാറുന്നത് ശ്രദ്ധിച്ച മെർജാന്റെ അമ്മയും അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയും. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഒരു ഹണിമൂണിന് പോലും അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും കുറച്ചധികം സമയം അവർക്ക് രണ്ടുപേർക്കും ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് കേട്ട അസ്ലിയും മര്യാദയ്ക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ദേഷ്യം പിടിച്ചു ചെല്ലുമ്പോ ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞോ എന്ന് മെർജാന്റെ അമ്മയും അവളോട് ചോദിക്കും. തിരിച്ചു മറുപടി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ അസ്ലിയും വേഗം തന്നെ അവിടെ നിന്ന് പോകുമ്പോ മെർജാന്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഇപ്പൊ അവിടുത്തെ ആന്റിയും അവരുടെ ട്രഡീഷണൽ ഡ്രസ് എല്ലാം മെർജാനെ ഇടിയിപ്പിച്ചിട്ട് ആദേശിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ മെർജാന്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് ആദേശ് ഒരുപാട് നേരം അവളെ തന്നെ നോക്കി നിൽക്കും. അപ്പൊ ആന്റിയും അവരോട് ചോദിക്കും എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ടെന്ന്. മെർജാനും 3 ആഴ്ച കഴിഞ്ഞു എന്ന് പറയുന്നത് കേട്ടിട്ട് ആന്റിയും അവരോട് പറയും ഇപ്പൊ നിങ്ങളുടെ ഹണിമൂൺ ആണല്ലേ, ഇതേപോലെ മനോഹരമായ ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു കൂടി വരുമ്പോ ഇതിലും അടിപൊളിയായിരിക്കും നിങ്ങളുടെ ജീവിതം. ഇതെല്ലാം കേട്ട് കഴിയുമ്പോ മെർജാനും ആദേശും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം രാത്രിയാകുമ്പോ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഡിന്നർ ഉണ്ടാക്കുന്നതിനിടയിൽ ആന്റിയും മെർജാനോട് പറയും നമ്മുടെ മുറ്റത്ത് ഞാൻ കുറച്ച് മല്ലിയില നട്ടിട്ടുണ്ട്, അതിൽ നിന്നും 2 എണ്ണം പറിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോ മെർജാനും അതിന് സമ്മതിച്ച് അതെടുക്കാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. ആ ഒരു സമയത്താണ് ആദേശും മെർജാന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ മെർജാനും അതാരാണെന്ന് കാണാതെ ഉറക്കി നിലവിളിക്കാൻ തുടങ്ങുമ്പോ അവനും വേഗം മെർജാന്റെ വായ പൊത്തി പിടിച്ചിട്ട് പറയും നീ പേടിക്കണ്ട ഇത് ഞാനാണെന്ന്. നന്നായിട്ട് പേടിച്ചു പോയ മെർജാന് പറയും നീ എന്തെങ്കിലും മിണ്ടാതെ വന്നത് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആദേശം പറയും ഞാൻ ഓർത്തില്ല നീ ഇത്രയും പേടിച്ചു പോകുമെന്ന്, എന്നോട് നീ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് മെർജാന്റെ കൂടെ അവളെ സഹായിക്കുകയാണ്. അങ്ങനെ ഡിന്നർ എല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോ ആന്റിയും അവർ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ എന്ന് കരുതി അങ്കിളിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ മെർജാന്റെ തലയിൽ നിന്നും സ്കാർഫ് അഴിഞ്ഞു പോകുന്നത് കണ്ടിട്ട് ആദേശ് അതവൾക്ക് ശരിയായി വെച്ചു കൊടുക്കും. അപ്പൊ മെർജാനും അവനോട് പറയും എന്തൊരു സ്നേഹമുള്ള കപ്പിൾസ് ആണല്ലേ അവര്, ഇത്രയും വർഷമായിട്ടും ഇതേപോലെ സ്നേഹത്തോടെ ജീവിക്കാൻ ശരിക്കും ഭാഗ്യം വേണമെന്ന്. ആദേശും അത് ശരിയാണെന്ന് പറയുമ്പോ മെർജാൻ വീണ്ടും പറയും ഒരുപാട് നാളായി ഇത്രയും സ്നേഹമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ട് തന്നെ. മെർജാൻ തന്നെ ഉദ്ദേശിച്ചാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ ആദേശം അവളോട് പറയും എന്നാ ഇനി നീ ഇവിടെ തന്നെ താമസിച്ചോ. അത് കേട്ട് മെർജാന് പറയും നമ്മുടെ വീടിനേക്കാളും കമ്പനിയേക്കാളും എന്തുകൊണ്ട് നല്ലത് ഈ ഒരു വീട് തന്നെയാണ്. പക്ഷെ എന്റെ ആ ഹോസ്പിറ്റൽ പ്രൊജക്ട് അത് കംപ്ലീറ്റ് ആക്കാനുള്ളത് കൊണ്ട് എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അപ്പോ ആദേശ് പറയും നീ പേടിക്കണ്ട, നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ ഏലുന്റെ പേരിലുള്ള ആ ഹോസ്പിറ്റൽ പ്രൊജക്ട് നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു സമയത്ത് മെർജാൻ നന്നായിട്ട് തണുത്തത് കൊണ്ട് തന്നെ അവള് പോയി ഒരു ബ്ലാങ്കറ്റ് എടുത്തു കൊണ്ടുവരും. എന്നിട്ട് അവളും അത് കവർ ചെയ്തിരിക്കുമ്പോ ആദേശ് നന്നായിട്ട് തണുത്തിരിക്കുന്നത് കണ്ടിട്ട് അവള് ആ ബ്ലാങ്കറ്റ് എടുത്ത് ആദേശിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോ തന്നെ ആദേശും എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് അത് വലിച്ചു മാറ്റുമ്പോ മെർജാനും നിർബന്ധിച്ച് അത് അവന്റെ മേലേക്ക് തന്നെ ഇട്ട് കൊടുക്കും. അങ്ങനെ ആ ഒരു ബ്ലാങ്കറ്റിന്റെ താഴെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോ ആദേശിനെ കൊല്ലാൻ വേണ്ടി വന്നയാളും ഇവരുടെ ഈ ഫോട്ടോസ് എല്ലാം എടുത്ത് നസീറിന് അയച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വന്ന നസീറും നേരെ പോകുന്നത് അസ്ലിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അസ്ലിക്കും ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ അവൾക്കും അത് സഹിക്കാനാവാതെ നല്ല ദേഷ്യത്തില് നസീറിനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയും. അപ്പൊ നസീറും പറയും എന്നെ ഇവിടെ നിന്നും ഇറക്കി വിട്ടിട്ട് ഒരു കാര്യവുമില്ല, ഇനി ഇതിനു ശേഷം അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അതിന് ഉത്തരവാദിയായിരിക്കില്ല. ഇതും പറഞ്ഞിട്ട് നസറും അവിടെ നിന്ന് പോകുമ്പോ ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അസ്ലിയും അവിടെ നിന്ന് പോകും. ഇപ്പൊ മെർജാനും എനിക്ക് നന്നായിട്ട് തണുക്കുന്നു, ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴാണ് ആദേശം ചിന്തിക്കുന്നത് തനിപ്പ് എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നതെന്ന്. മെർജാൻ തന്റെ ആരുമല്ല, അവൾ സാധാരണ ഒരു പെണ്ണാണെന്ന് അവൻ അവന്റെ മനസ്സിനോട് തന്നെ പറയും. അതിനുശേഷം ഇവർ കിടക്കാൻ വരുമ്പോഴാണ് കാണുന്നത് അവിടെ ഒരു ബെഡും ഒരു പില്ലോയും മാത്രമേ ഉള്ളൂ എന്നത്. അത് കണ്ട് പേടിച്ചു പോയ മെർജാനും ഇനി ഇവന്റെ കൂടെ ഒരുമിച്ച് കിടക്കേണ്ടി വരുമോ എന്നോർത്തിട്ട് നേരെ ആദേശിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും ലൈക്കും ഹൈപ്പൊക്കെ ഇടാൻ മറന്നു പോകല്ലേ. പുതിയൊരു എപ്പിസോഡുമായി നാളെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ് ഡ്രാമ.